കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ബസ് ഡ്രൈവറെ അകാരണമായി പുറത്താക്കിയതിനെതിരെ മാതാവിനെ കൂട്ടി ഉപവാസ സമരവുമായി യുവാവ്. കൊടിയമ്മ മൈങ്കൂടലിലെ അഹമ്മദ് നൌഫലും മാതാവ് കുഞ്ഞിപ്പാത്തുമ്മയുമാണ് സമരം നടത്തിയത്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. കുമ്പള കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിന് MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സിൽ കഴിഞ്ഞ 5 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു കൊടിയമ്മ മൈങ്കൂടലിലെ അഹമ്മദ് നൌഫൽ. സ്കൂൾ അധികൃതർ ഡ്രൈവർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സ്കൂളിന് മുന്നിൽ മാതാവ് കുഞ്ഞിപ്പാത്തുമ്മയെയും കൂട്ടി അഹമ്മദ് നൌഫൽ ഉപവാസ സമരവുമായി രംഗത്തെത്തിയത്. MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച സ്കൂൾ ബസ്സിൽ 2019 മുതൽ ഡ്രൈവറായി ജോലി ചെയ്ത് ബസ് പരിപാലിച്ചു വരികയാണെന്ന് നൌഫൽ പറയുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശമ്പളമില്ലാതെയും കോവിഡ് കാലത്ത് തുച്ഛമായ ശമ്പളം കൊണ്ടും ഇക്കാലം അത്രയും സേവനം ചെയ്തു വരികയായിരുന്നുവെന്നും നൌഫൽ ആരോപിക്കുന്നു. PTA ഓരോ കുട്ടിയിൽ നിന്നും 700 രൂപ വീതം ഈടാക്കിയാണ് ഡീസൽ, ഡ്രൈവറുടെ ശമ്പളം, മറ്റ് അറ്റകുറ്റപ്രവൃത്തികളടക്കം നടത്തിവരുന്നത്. യാതൊരു കാരണവും മുന്നറിയിപ്പും കൂടാതെയാണ് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതെന്നാണ് നൌഫലിന്റെ ആരോപണം. ജൂൺ 18-ാം തീയതി എന്നെ ഒരു കാരണമില്ലാതെ പിരിച്ചുവിട്ടപ്പോൾ എനിക്ക് മാനസികമായിട്ടും വളരെ ടെൻഷനായ ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ ഞാൻ കോവിഡിൽ ശമ്പളം പോലും മേടിക്കാതെ 6000 ഉറുപ്പ്യ ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാവും, അതുപോലും മേടിക്കാതെ ഞാൻ വളരെ നല്ല രീതിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വാഹനം പോലെ ഞാൻ അതിനെ കൊണ്ടു നടന്ന ഒരു ഇതായതുകൊണ്ട് ഇവരെ ഒന്ന് മുന്നറിയിപ്പ് തരാതെ പിരിച്ചുവിട്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഞാനും എൻ്റെ ഉമ്മയും ഇന്ന് ഉപവാസ സമരം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വന്നിട്ട് നിൽക്കുന്നുള്ളത്. എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട ഇവർ കാരണമില്ലാതെ ജനങ്ങളെയും ഈ നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെതിരെ എനിക്ക് ഒരു നിയമത്തിൻ്റെ വഴിക്ക് എനിക്ക് ഇതിനൊരു നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സമരം ചെയ്യുന്നുള്ളത്. സ്വന്തമായി വീട് പോലുമില്ലാത്ത രോഗിയായ ഉമ്മയും സഹോദരിയും കഴിഞ്ഞ 13 വർഷമായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത്. നാട്ടിലെ സ്കൂളായതിനാൽ രോഗിയായ ഉമ്മയെ പരിചരിച്ച് ജോലി ചെയ്യാൻ നല്ല സൗകര്യമായിരുന്നുവെന്നും നൌഫൽ പറയുന്നു. തനിക്ക് അർഹതപ്പെട്ട ഡ്രൈവർ സ്ഥാനം എത്രയും വേഗം നൽകണമെന്നും നൌഫൽ പറയുന്നു. നീതി ലഭ്യമായില്ലെങ്കിൽ DDE ഓഫീസിനു മുന്നിൽ അനിശ്ചിതകാല സമരമിരിക്കുമെന്നും നൌഫൽ പറഞ്ഞു. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള.